Hey, hello everyone, welcome back to my channel. So നമ്മളുടെ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ഓറഞ്ച് കേക്കാണ്. അപ്പോൾ അതൊരു സ്നാക്കായിട്ട് നമുക്ക് ടീ ടൈമിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു ബിഗിനർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് മൈദ 2 കപ്പാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി മൈദ അരിച്ചിട്ടാണ് താഴത്തെ ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്, അത് 2 ടീസ്പൂൺ വേണം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ മതി. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പാൽപ്പൊടി. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഉപ്പാണ് 2 പിഞ്ച്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആദ്യം ഇത് അരിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ മൈദയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അത് അരിച്ച് അടിപൊളിയാക്കി മാറ്റി വെക്കണം. ഇപ്പം പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവർ കൂടുതലുണ്ടാകും, നല്ലൊരു മിൽക്കി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും പാൽപ്പൊടി ചേർക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ 2 തവണയായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ്ചർ മാറ്റി വെച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ മുട്ടയാണ് എടുക്കുന്നത്. 8 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇലക്ട്രിക് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുറച്ച് അധികം സമയം നന്നായിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് 1.5 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ആഡ് ചെയ്തതിന് ശേഷം 1/2 കപ്പിൻ്റെ ഞാനിങ്ങനെ ടീസ്പൂൺസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് 1.5 കപ്പാണ് അതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മാക്സിമം ടൈം എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത്, അതും ഷുഗർ തന്നെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവേണ്ട, എന്താ അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫുഡ് കളർ, ഓറഞ്ച് കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് ഓറഞ്ച് കളറാണ് ബെസ്റ്റ്. കളർ ആഡ് ചെയ്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ ക്രഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓറഞ്ച് ക്രഷാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ക്രഷ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ പ്യുവർ ഓറഞ്ച് ജ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയുക സ്പാച്ചുല എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മിക്സിങ് മോഷനിൽ ഇതിന് പേരെന്താ എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ചായിട്ട് ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ലംസ് കെട്ടാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ മിക്സിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ, അതായത് കെട്ടാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു വരും. അതിനുശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ടിട്ട് OTGയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ നിങ്ങൾക്കത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 30 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. ഞാൻ 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുശേഷം നമുക്കത് എടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് നമുക്കത് കഴിക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് റെഡി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സെൻറ്റർ പോർഷനായിട്ട് അങ്ങനെ പൊന്തി വന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഇത് 2 kgൻ്റെ കേക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്ര ഞാൻ സ്ക്വയറിൽ ഒഴിച്ചുകൊണ്ടാണ് ഇത്ര തിന്നായിട്ട് കിട്ടിയത്. നിങ്ങൾ റൗണ്ടിലൊക്കെ ഒഴിക്കുന്ന വെച്ചാൽ കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും. നമ്മളിപ്പോൾ ടീ കേക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സ്ലൈസ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാമല്ലോ. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.